നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് PhDയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചില പ്രമുഖ മലയാള സാഹിത്യ കൃതികളും അവയുടെ കർത്താക്കളെക്കുറിച്ച് പഠിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മലയാള സാഹിത്യം. 2 മുതൽ 3 മാർക്ക് വരെ നമുക്ക് ഈ മലയാള സാഹിത്യ ഭാഗത്ത് നിന്ന് ലഭിക്കാറുണ്ട്. മലയാളം മൊത്തത്തിൽ നമുക്ക് 10 മാർക്കോളമാണ് കിട്ടാറ്. മെയിൻസിനും പ്രിലിംസിനും ഒക്കെ 10 മാർക്കാണ് നമുക്കുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ക്ലാസ്സുകൾ മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക, നോട്ടുകൾ തയ്യാറാക്കി തന്നെ പഠിക്കുക. നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. നാരായണീയം രചിച്ചത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. ജ്ഞാനപ്പാന രചിച്ചത് പൂന്താനം നമ്പൂതിരി. കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരി. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്തു വാര്യർ. കേരള പാണിനീയം AR രാജരാജവർമ്മ. കേരള പാണിനീയം AR രാജരാജവർമ്മ. അതുകൊണ്ട് തന്നെ കേരള പാണിനി എന്നറിയപ്പെടുന്നതും AR രാജരാജവർമ്മയാണ്. മയൂര സന്ദേശം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. മയൂര സന്ദേശം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. മാർത്താണ്ഡവർമ്മ CV രാമൻപിള്ള. മാർത്താണ്ഡവർമ്മ CV രാമൻപിള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇന്ദുലേഖ O ചന്തുമേനോൻ. ഇന്ദുലേഖ O ചന്തുമേനോൻ. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. O ചന്തുമേനോനാണ് ഇന്ദുലേഖ രചിച്ചത്. കേശവീയം KC കേശവപിള്ളയാണ് കേശവീയം രചിച്ചത്. ഉമാകേരളം രചിച്ചത് ഉള്ളൂർ. ഉമാകേരളം ഉള്ളൂരാണ് രചിച്ചത്. ചിത്രയോഗം വള്ളത്തോൾ. പിങ്കള ഉള്ളൂരാണ് രചിച്ചത്. പിങ്കള എന്ന കൃതി ഉള്ളൂർ രചിച്ചതാണ്. ധർമ്മരാജ CV രാമൻപിള്ള. സാഹിത്യമഞ്ജരി വള്ളത്തോൾ. ചിന്താവിഷ്ടയായ സീത കുമാരനാശാൻ്റെ പ്രസിദ്ധമായ കൃതികളിൽ ഒന്നാണ് ചിന്താവിഷ്ടയായ സീത. ഭൂതരായർ അപ്പൻ തമ്പുരാൻ. ഭൂതരായർ എന്ന കൃതി രചിച്ചത് അപ്പൻ തമ്പുരാനാണ്. മകരക്കൊയ്ത്ത് വൈലോപ്പിള്ളിയുടെ കൃതിയാണ് മകരക്കൊയ്ത്ത്. കാവ്യോപഹാരം കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് കാവ്യോപഹാരം എന്ന കൃതി രചിച്ചത്. കയർ തകഴി ശിവശങ്കരപ്പിള്ളയാണ് കയർ എന്ന കൃതി രചിച്ചത്. ഓടയിൽ നിന്ന് പി കേശവദേവിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ഓടയിൽ നിന്ന്. പലവട്ടം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ചെമ്മീൻ രചിച്ചത് തകഴിയാണ്. തകഴിയുടെ അവാർഡുകളൊക്കെ നേടിയ ഒരു കൃതിയാണ് ചെമ്മീൻ എന്നത്. അടുത്തത് നോക്കാം നമുക്ക്. രണ്ടിടങ്ങഴി രചിച്ചത് തകഴി തന്നെയാണ്. രണ്ടിടങ്ങഴി എന്ന കൃതി തകഴിയുടെ കൃതിയാണ്. വീണപ്പൂവ് കുമാരനാശാൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതികളിലൊന്നാണ് വീണപ്പൂവ് എഴുതിയതിനാണ് അദ്ദേഹത്തിന് മഹാകവി എന്ന പദവി ലഭിച്ചത്. ഉമ്മാച്ചു ഉറൂബ്. രമണൻ ചങ്ങമ്പുഴയുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് രമണൻ. സർഗസംഗീതം വയലാർ രാമവർമ്മ. കന്നിക്കൊയ്ത്ത് വൈലോപ്പിള്ളി. അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി അവാർഡുകൾ നേടിയ കൃതിയാണ്. ശ്രദ്ധിച്ചു വയ്ക്കുക. ഒരു ദേശത്തിൻ്റെ കഥ SK പൊറ്റക്കാട്. നാലുകെട്ട് MT വാസുദേവൻ നായരുടെ കൃതിയാണ് നാലുകെട്ട്. അവകാശികൾ വിലാസിനിയുടെ കൃതിയാണ് അവകാശികൾ. അക്ഷരം ONV കുറുപ്പ്. ഉപ്പ് ONV കുറുപ്പ്. അക്ഷരവും ഉപ്പും ONV കുറുപ്പിൻ്റെ കൃതികളാണ്. അമ്പലമണി സുഗതകുമാരിയുടെ കൃതിയാണ് അമ്പലമണി. ബാല്യകാലസഖി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ്. ഏണിപ്പടികൾ തകഴിയുടെ കൃതിയാണ് ഏണിപ്പടികൾ. അരനാഴിക നേരം പാറപ്പുറത്തിൻ്റെ കൃതിയാണ്. രണ്ടാമൂഴം MT വാസുദേവൻ നായരുടെ കൃതിയാണ് രണ്ടാമൂഴം. ഭീമൻ മുഖ്യ കഥാപാത്രമായി വരുന്ന നോവലാണ് രണ്ടാമൂഴം എന്നത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തോപ്പിൽ ബാസി രചിച്ച കൃതിയാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നത്. യന്ത്രം മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കൃതിയാണ് യന്ത്രം. മലയാറ്റൂർ രാമകൃഷ്ണൻ. ഖസാക്കിൻ്റെ ഇതിഹാസം OV വിജയൻ. ഖസാക്കിൻ്റെ ഇതിഹാസം ഒരുപാട് തവണ പരീക്ഷാ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ കൃതികളിലെയൊക്കെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കൂടി നമുക്ക് പഠിച്ചു വയ്ക്കേണ്ടതുണ്ട്. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ആ കഥാപാത്രങ്ങളെ കൂടി ഡിസ്കസ് ചെയ്യാം. താമരത്തോണി P കുഞ്ഞിരാമൻ നായർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ കുറച്ച് കൃതികളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. കൂടുതൽ കൃതികളും അതുപോലെ തന്നെ ഈ കൃതികളിലെ പ്രധാന കഥാപാത്രങ്ങളും നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.